നമസ്കാരം. ബെട്ടർ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. വീടാക്രമിച്ച യുവതിയുടെ 4.5 പവൻ സ്വർണം കവർന്നു. ചങ്ങരംകുളം മാർസ് തിയേറ്ററിന് സമീപം താമസിക്കുന്ന മണിയുടെ ഭാര്യ പ്രമീളയെ ആക്രമിച്ചാണ് സ്വർണം കവർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ബെട്ടം പഞ്ചായത്ത് 2023-24 വർഷത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. കടുങ്ങാത്തുകുണ്ട് സപ്ലൈകോ ഗോഡൌണിൽ നിന്നും 2.25 കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ കാണാതായതിൽ പ്രതിഷേധിച്ച് കടുങ്ങാത്തുകുണ്ട് ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോഡൌണിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. കൊടക്കൽ BAM-UP സ്കൂളിൽ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പാർലമെന്റും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളിലൂടെ എന്ന എക്സിബിഷനും സംഘടിപ്പിച്ചു. എക്സിബിഷൻ ഹെഡ് മിസ്ട്രസ് ഷീബ മേഴ്സി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ചൂണ്ടയിടൽ മത്സരം നടത്തി. ചെറുമുക്ക് നാട്ടുകാരി കൂട്ടായ്മയും ചെറുമുക്ക് വിസ്മയ ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള ചൂണ്ടയിടൽ മത്സരത്തിൽ ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തു നിന്നുമായി 100 കണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്തു. ട്രോമ കെയർ വാളണ്ടിയറും പാലിയേറ്റീവ് രംഗത്തെ നിറസാന്നിധ്യവുമായ ഹാഷിമുമാണ് തന്റെ 69ാം പിറന്നാൾ 4 കിലോമീറ്ററോളം പിറകോട്ട് നടന്ന് വേറിട്ട് ആഘോഷിച്ചത്. വിദ്യാർത്ഥികൾക്കെതിരായ ആക്രമങ്ങൾ നിർത്തണമെന്ന സന്ദേശം നെഞ്ചിലും പുറത്തും ആലേഖനം ചെയ്താണ് തന്റെ 69ാം ജന്മദിനം പിറകോട്ട് നടന്ന് ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത മലമ്പനിയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് കളക്ടർ VR വിനോദ് പറഞ്ഞു. കളക്ടറേറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ 46 വീടുകൾ തകർന്നതായും അദ്ദേഹം പറഞ്ഞു. താമിർ ജിഫ്രിക്കൊപ്പം MDMA-യുമായി പിടിയിലായിരുന്ന പ്രതി വീണ്ടും മയക്കുമരുന്നുമായി അറസ്റ്റിൽ. പെരുവള്ളൂർ സ്വദേശി ആബിദിനെയാണ് വയനാട്ടിൽ നിന്ന് പിടികൂടിയത്. 80 ഗ്രാമോളം MDMA-യും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. താനൂരിൽ കസ്റ്റഡിയിൽ മരിച്ച താമിർ ജിഫ്രിയെ അറസ്റ്റ് ചെയ്ത കേസിൽ 3ാം പ്രതിയായിരുന്നു ആബിദ്. മാതാ അമൃതാനന്ദമയി ആശ്രമത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യ മൃതപ്രാണയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന ഒപ്പം ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഓഫീസ് ഉദ്ഘാടനം മലപ്പുറം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് K. സനിൽകുമാർ നിർവഹിച്ചു. പരപ്പനങ്ങാടി മുരിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാസ് മ്യൂസിക് ക്ലബിന്റെ കീഴിൽ മെമ്പർഷിപ്പ് വിതരണവും ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുത്ത ഡോക്ടർ MA കബീറിന് സ്വീകരണവും നൽകി. പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ PB ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. തകർന്ന തരിപ്പണമായ കടലുണ്ടി പരപ്പനങ്ങാടി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രക്ഷോഭത്തിലേക്ക്. ഗതാഗതം ദുസ്സഹമായ റോഡ് അടിയന്തരമായി നന്നാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം റോഡ് ഉപരോധമടക്കമുള്ള സമരത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് കടക്കുമെന്നും കാണിച്ച് യൂത്ത് ലീഗ് ഭാരവാഹികൾ പരപ്പനങ്ങാടി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി. ബെട്ടർ ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.